ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരും മാധ്യമത്തിൽ കൂടി കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഭയങ്കരമായ ഒരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു സുഹൃത്ത് വന്നിട്ട് നമ്മുടെ ഈ മഴക്കെടുതിയിൽ ഈ ഡ്രെയിനേജ് ബ്ലോക്കായപ്പോൾ ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന ആളുകളിൽ ഒരാൾ ഇതിനകത്ത് ഇറങ്ങി അത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ കൂടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതേസമയം ആ ഒരു വ്യക്തിക്ക് ദാരുണ്യമായ അന്ത്യം സംഭവിച്ചു. അപ്പോൾ അത് നമ്മൾക്ക് എല്ലാവർക്കും, കേരളം ഒട്ടാകെ എല്ലാവർക്കും ഒരു വിഷമമുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും അതിൽ പങ്കുചേരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ദാരുണ്യമായ അന്ത്യം സംഭവിച്ചു. ഇതിപ്പോൾ 2 ദിവസമായി. ഇതിപ്പോൾ 3-ാമത്തെ ദിവസം. രാവിലെ ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് ഇവിടെ വന്ന് കാണുന്ന കാഴ്ചയാണിത്. അപ്പോൾ സോഷ്യൽ മീഡിയയും എല്ലാവരും ഇവിടെ ഉണ്ട്. അതിലേക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങുകയാണ്. തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7:30 മണിക്കാണ് ഞാനിവിടെ എത്തിയത്. അപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ വേസ്റ്റൊക്കെ ബോഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഏതാണ്ട് 9:30 മണിയായിട്ടുണ്ട്. 9:30 മണിയോടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അവർ ബോഡിയെ ഇനി കരയിലേക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴും നോക്കിക്കൊള്ളണം, എന്ത് വൃത്തിഹീനമായ ഒരു കനാലാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള കനാൽ നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് ഇവിടെ ഇത്രയും വേസ്റ്റുകൾ ഇട്ട് കൂട്ടുന്നത്. ഇനിയെങ്കിലും ഒരു അവയർനെസ് ആയിട്ട് ഇത് എല്ലാവരും ഏറ്റെടുക്കുക. ഇങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും വലിച്ചു എങ്ങും ഇടാതെ സൂക്ഷിക്കുക. ഇനിയൊരു അബദ്ധം ഇതേപോലെ നമ്മളിൽ നിന്നും വന്ന് സംഭവിക്കാതെ ഇരിക്കട്ടെ. നമ്മുടെ നാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള വ്യവസ്ഥകളും പുതിയ കണ്ടുപിടുത്തങ്ങളും വരണം. ഇങ്ങനെയുള്ള ഡ്രെയിനേജുകൾ ബ്ലോക്കാകുന്ന സമയത്ത് ഈ ആൾക്കാർ ഇറങ്ങി ചെയ്യാതെ മെഷീൻ വഴി ചെയ്യാനുള്ള കണ്ടുപിടുത്തം ഇന്ന് ആധുനിക ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് എല്ലാം ഉപയോഗിക്കാതെ നമ്മൾ സ്വയം ഇറങ്ങിച്ചാടി വരുത്തി വെച്ചതാണ് ഈ വിന. ഓക്കെ ഗൈസ്.